ഗുഡ് മോർണിംഗ്, വണക്കം, വന്ദനം, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 4-ാം തീയതി ഫെബ്രുവരി മാസം 2025 രാവിലെ 7:56 ആയിട്ടുണ്ട്. ഇന്നലെ ഇന്നലെ ഒരു ഗ്യാപ്പ് ഡൗൺ, ഈ ഗ്യാപ്പ് ഡൗണിൽ എങ്ങനെ വർക്ക് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ബയറായിട്ട് ആലോചിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ഒരു എൻട്രി എക്സിറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ഞായറാഴ്ച സ്റ്റഡിക്കായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വളരെ 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 എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്, ഒരു സ്ട്രാറ്റജിയാണ് മാർക്കറ്റിൽ. നിഫ്റ്റിക്ക് എല്ലാ സ്ക്രിപ്റ്റിനും അങ്ങനെ തന്നെയാണ്. സോ അത് നോക്കി കണ്ട് പഠിച്ചവർക്ക് ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു ട്രേഡുകൾ എൻട്രി എക്സിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. ഞാനൊരു സിയിൽ എടുത്തു. ഇന്നലെ 20000 അടുപ്പിച്ച് ഒരു 20000 സി എടുത്തിട്ട് നമ്മളെപ്പോഴും 1:1 20 പോയിൻ്റ് SL ഇട്ടു. 20 പോയിൻ്റ് വന്നപ്പോഴത്തേക്കും നമ്മൾ ബുക്ക് ചെയ്തു. SL ഹിറ്റ് ചെയ്യാതെ 20 പോയിൻ്റ് വന്നപ്പോഴത്തേക്കും നമ്മൾ ബുക്ക് ചെയ്തു. സോ 183 കയറിയത്. എന്നിട്ട് 203 204 ആയപ്പം ബുക്ക് ചെയ്തു ഇന്നലെ. അത് വീഡിയോയോ മറ്റേതോ സ്ക്രീൻഷോട്ടോ ഷെയർ ചെയ്യാൻ പറ്റില്ല, ഒഫീഷ്യൽ വർക്ക് ഉള്ളതുകൊണ്ട്. സോ ഇതൊക്കെയാണ് ലെവൽ. ഇന്ന് നമുക്ക് 23,600 മുകളിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് സിംറ്റംസ് ഉണ്ട്, ആ ഗ്യാപ്പ് അപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് അപ്പിൻ്റെ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. ഗ്യാപ്പ് അപ്പിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക, ആ സെറ്റപ്പ് നോക്കുക. അതല്ല 23,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. 23,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു മുകളിലോട്ടുള്ള ഒരു അപ്പ് മൂവ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ലെവല് ഇന്ന് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കേണ്ടതായിട്ടുണ്ട്. കാര്യത്തിൽ ഇത് എല്ലാ സമയത്തും 300 അവിടെ വരുമ്പോഴത്തേക്കും 360 370 വരുമ്പോഴത്തേക്കും ഒരു താഴോട്ടുള്ള പുഷ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇന്നലെ ഗ്യാപ്പ് ഡൗൺ ആയതിനു ശേഷം ക്ലോസ് പുതിയൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യുകയും, ഇതായിരുന്നു ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. 23,445 ആയിരുന്നു ആദ്യത്തെ ഡേ ഹൈ രാവിലെ തുടങ്ങുമ്പം. അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേക്കും 23,463 പുതിയൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പണിൻ്റെ മുകളിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് ഡൗൺ തന്ന ആൾക്കാർക്ക് താഴോട്ട് ഒരു പുഷ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. സോ നമുക്ക് ഇതാണ് ലെവൽ. എന്നിട്ട് ഗ്യാപ്പ് അപ്പ്, ആ ഗ്യാപ്പ് ഡൗൺ ആ ഒരു സ്ട്രാറ്റജി ഇട്ടിട്ടുണ്ട്. ഒരു ഞായറാഴ്ച ഇട്ട ഇതാണ്. വെറും 5-7 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അത് യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. സോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.